ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നോക്കിയോ 112ൻ്റെ 112 അല്ല, നോക്കിയ 100, 101 അങ്ങനെയൊക്കെയുള്ള മൊബൈൽ എല്ലാം ലൈറ്റിൻ്റെ സെയിമാണ്. അപ്പോൾ ഈ മൊബൈലിൻ്റെ ലൈറ്റിൻ്റെ ബേസിനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഈ ലൈറ്റ് ഈ സ്പെയർ ഒന്നും മാറ്റിയിട്ട് നിങ്ങൾക്ക് റെഡിയാവുന്നില്ല, എങ്ങനെ വരുത്താമെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ ലൈറ്റ് സെക്ഷന്. ലൈറ്റ് സെക്ഷനിൽ സാധാരണ കംപ്ലൈൻറ്റ് വരുന്നത് ഇവിടെ ഒരു ഡയോഡ് ഉണ്ടാവും, ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാകും. ഈ രണ്ട് സ്പെയറുകൾ ഈ കോയിലുമാണ് സാധാരണയായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത്. നിങ്ങൾ ലൈറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ 3 സ്പെയറും ഒന്ന് മാറ്റി വെച്ച് നോക്കുക. എന്നിട്ടും നിങ്ങളുടെ ഇതിന് ഈ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പ്രിൻ്റ് ബ്രേക്കും വരുന്നുണ്ട്. പ്രിൻ്റ് ബ്രേക്ക് അതായത് 11-10. ഇതിന് ഡിസ്പ്ലേ കണക്ടറിന് 12 ലെഗുകളാണുള്ളത്. 12 ലെഗുകളിൽ 10ഉം 11ഉം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ക്യാമറയുടെ മുകളിലുള്ള ഈ 2 കണക്ഷനിലേക്ക് കയറി ഒരു കണക്ഷൻ ഈ കപ്പാസിറ്ററിലേക്കും, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇത് കണ്ടോ, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്ററിലേക്കും ഒരു കണക്ഷൻ ഈ ലൈറ്റിൻ്റെ മുകളിലത്തെ കണക്ഷനിലേക്കുമാണ് വരുന്നത്. കപ്പാസിറ്ററിൻ്റെ താഴത്തെ കണക്ഷനിലേക്കാണ് ഒരെണ്ണം കയറുന്നത്. അത് നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പ്രിൻ്റ് ഉണ്ടോയെന്ന് നോക്കുക. ആ പ്രിൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങോട്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോയെന്ന് നോക്കുക. കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ലേ നിങ്ങൾക്ക് ജമ്പർ അടിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സർക്യൂട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റ് കിട്ടുന്നില്ലെന്നൊരു ഞാൻ ഇതിൻ്റെ ഈ സ്പെയറുകളൊന്നും ഇല്ലാതെ തന്നെ ലൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സർക്യൂട്ടിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സൽ ലൈറ്റ് IC എന്ന് പറയുന്ന ഒരു തംബ്ലൈൻ കാണും, അങ്ങനെ ഒരു ഹെഡിങ് കാണും. നിങ്ങൾ എൻ്റെ ചാനലിലൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈറ്റ് വരുത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.